ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട്ടെ പുനരധിവാസ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. മന്ത്രിതല ചർച്ചയിൽ സ്വീകരിച്ച തീരുമാനം നടപ്പിലാക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള കോടിക്കണക്കിന് രൂപ വിലങ്ങാട്ടെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ലെന്നും എം.ടി. രമേശ് പറഞ്ഞു. വിലങ്ങാടെ 313 കുടുംബങ്ങൾ സുരക്ഷിതമില്ലാതെയാണ് കഴിയുന്നതെന്നും ഇവരെ അടിയന്തരമായി പുനരധിവസിപ്പിച്ചില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് വീണ്ടും ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കളക്ടർ നിയോഗിച്ച വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഉരുൾപൊട്ടലിൽ വീടുകളില്ലാതായ 53 പേരെ പോലും പുനരധിവസിപ്പിക്കാൻ സർക്കാരിനായിട്ടില്ല. ദുരന്തം അനുഭവിക്കുന്നവരുടെ പുനരധിവാസം വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഡിസംബർ ആദ്യവാരം തിരുവനന്തപുരത്ത് നടന്ന മന്ത്രിതല യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു. യോഗത്തിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എം. മുഹമ്മദ് റിയാസ്, വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരുൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തതാണ്. എന്നാൽ തീരുമാനമൊന്നും നടപ്പിലായില്ല. ഈ സാഹചര്യത്തിലാണ് ബി.ജെ.പിയുടെ വിമർശനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 994.95 കോടി രൂപ അവശേഷിക്കുന്നുണ്ട്. ആ പണം വിലങ്ങാടെ പുനരധിവാസത്തിൽ ഉപയോഗിക്കാത്തതിനെയും എം.ടി. രമേശ് കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാർ ഒരു തരത്തിലുള്ള സഹായവും ആദ്യഘട്ടത്തിൽ നൽകിയിട്ടില്ല. സാധാരണ ഏത് ദുരന്തമുണ്ടായാലും പ്രാഥമികമായി ചെയ്യേണ്ട ചില സഹായങ്ങളുണ്ട്. ആ സഹായം പോലും വിലങ്ങാട്ടിലെ ആളുകളോട് ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷമാണ് മന്ത്രിമാർ തന്നെ അവിടെ സന്ദർശിച്ചിട്ടുള്ളത്. മന്ത്രിമാർ സന്ദർശിച്ചപ്പോൾ വലിയ ഉറപ്പുകളൊക്കെ നൽകിയിരുന്നു. ആ ഉറപ്പ് ഒന്നുപോലും പാലിച്ചിട്ടില്ല. ഒരു പ്ലാനിങ്ങും ഉണ്ടായിട്ടില്ല. ഒരു മാസ്റ്റർ പ്ലാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നില്ല. എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൃത്യമായിട്ടുള്ള ധാരണയും സർക്കാരിനില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ കാണിച്ചിട്ടുണ്ട്. അങ്ങേയറ്റത്തെ അനീതിയാണ് വിലങ്ങാട്ടെ ജനങ്ങളോട് കാണിച്ചിട്ടുള്ളത്. ദുരിതബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ പലരെയും അവഗണിച്ചെന്ന പരാതിയും വ്യാപകമാണ്. ഉരുൾപൊട്ടലുണ്ടായ ദിവസം മലവെള്ളപ്പാച്ചിലെത്തിയ ഉരുളൻ കല്ലുകളും മരങ്ങളും നീക്കം ചെയ്യുന്നതും തകർന്ന പാലങ്ങളും പാതകളും നവീകരിക്കുന്നതിനും പുരോഗതിയില്ല. ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്ന ജലസ്രോതസ്സുകളും പുനരുജ്ജീവിപ്പിച്ചിട്ടില്ല. ജനം, കോഴിക്കോട്.